എന്നാണ് സുനിയേട്ടൻ പറഞ്ഞത്. എവിടെയായിരുന്നു സ്ഥലം? മാഡിസൺ കഴിഞ്ഞ് കുറച്ചുകൂടെ കൂടെ പോകണ്ട. എക്സാക്ട് പ്ലേസ് നെയിം എനിക്ക് പറയില്ല. എന്തോ കേവ് കാണാനാണ്. ഗുണ കേവ് പോലെ താഴേക്കുള്ള കേവോ നേരെയുള്ള കേവോ? താഴോട്ട് ഇറങ്ങി പിന്നെ നേരെ ഗുണ കേവ് പോലെ മറ്റേ ഒട്ടുണ്ടാവോ? ഹോപ്പ്ഫുള്ളി നോട്ട്. ഞാൻ വീണാ നിങ്ങൾ രക്ഷിക്കുക. ചോദിക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ കേവ് ഓഫ് ദ മൗണ്ട്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കടൽ ജീവികളുടെയൊക്കെ ഫോസിൽസൊക്കെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. തലയിടാൻ കിട്ടിയ ഓരോ തുളയും നമ്മൾ വെറുതെ വിടൂല. സോ ഇതിലൂടെയാണ് അതിൻ്റെ കേവിലേക്ക് കയറുന്ന ഒരു എൻട്രൻസ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ബേസിക്കലി ഒരു ചെറിയ ഷോപ്പാണ്. പേബിൾസും സ്റ്റോൺസും ഒക്കെയുള്ള ഒരു ചെറിയൊരു സെറ്റപ്പാണ്. നല്ല കളർഫുൾ സ്റ്റോൺസൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഫോസിൽസ്, ഡൈനോസറിനെ പറ്റിയിട്ടുള്ള ഏതൊക്കെയോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇത്. പിന്നെ ഇതിവിടെ ഉള്ളൊരു ചടങ്ങാണ്. ഫാമിലി പിക്ചർ എടുക്കും. പിന്നെ പോകുന്ന സമയത്ത് നമ്മളെ അത് കാണിക്കും. നമുക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ അവിടെ വെക്കാം. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കഥ. അപ്പോൾ നമുക്കിനി കുറച്ച് സമയം കേവിനെ പറ്റി പറഞ്ഞാലോ. വിസ്കോൺസിലെ ബ്ലൂ മൗണ്ട്സിൻ്റെ അടുത്തായിട്ടാണ് ഈ കേവ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഒരു 1939-40 ഒക്കെയുള്ള സമയത്താണ് ഇത് ഡിസ്കവർ ചെയ്തത്. ഒരു ക്വാറപ്പണിക്കാരൻ പാറ പൊട്ടിച്ചതോടെയാണ് ഗുഹയിലേക്കുള്ള വഴി തുറന്നു വന്നത്. അങ്ങനെയാണ് ഈ ഗുഹ കണ്ടുപിടിച്ചത്. പാറകൾക്കുള്ളിലുള്ള കുറേ മിനറൽസും പിന്നെ പണ്ട് ജീവിച്ചു എന്ന് പറഞ്ഞ ആ കടൽ മൃഗങ്ങളുടെ ഷെൽസും വെള്ളവും ഒക്കെ കൂടിയാണ് ഇതിലുള്ള പല ഫോർമേഷൻസും കളർ വേരിയേഷൻസും ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് ഗവേഷകർ പറയുന്നത്. അനേകം വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും ഇതുപോലെ ധാതുക്കളും ലൈം സ്റ്റോൺസും വെള്ളവും ഒക്കെ ചേർന്ന് ഇതുപോലെയുള്ള ഫോർമേഷൻസ് ഉണ്ടാവാനല്ലേ. ഇപ്പോഴും പല സ്ഥലങ്ങളിലും വെള്ളം ഒലിച്ചിറങ്ങുന്നതും ഇറ്റിറ്റായി വീഴുന്നതും കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ? അകത്ത് കയറുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് ഇവിടെ എവിടെയും തൊടരുതെന്ന് സ്ട്രിക്റ്റായി പറയുന്നുണ്ട്. നമ്മളൊരു സ്ലിപ്പറി എഫക്റ്റൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ആരും തൊടുന്നതൊന്നുമില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത് ഇത്ര നല്ല വൃത്തിയിൽ ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. ഗൈഡ് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന വഴിയെ ഇങ്ങനെ ലൈറ്റ് ഇട്ടുകൊണ്ടായിരുന്നു പോകുന്നത്. അതൊരു നല്ല ഫീലായിരുന്നു കേട്ടോ. ഗുഹയ്ക്കകത്ത് അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പുറകിൽ കണ്ടോ പാറകളൊക്കെ അടിഞ്ഞുകൂടിയ പോലെ ഇല്ലേ കാണാൻ. ഇതിൻ്റെ അകത്തും ഇവർ നല്ല കളർഫുൾ ലൈറ്റ്സ് ഒക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ മഞ്ഞുമൽ ബോയ്സ് കണ്ട ഏതൊരു മലയാളിയും ഗുഹക്കുള്ളിൽ കയറിയാൽ ആ സീൻസൊക്കെ ഒന്ന് ഓർത്തു പോകുമല്ലോ. ഇവിടെ സൈഡിൽ ചെറിയ ചെറിയ അതുപോലെയുള്ള ദ്വാരങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ഒരു ലൈറ്റ് വെച്ച് ശ്രദ്ധിക്കുന്ന രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഞാനുണ്ടല്ലോ. കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പമായിട്ട് പോകാം, പക്ഷെ നമുക്ക് ചെരിഞ്ഞും കുനിഞ്ഞും ഒക്കെ പോകേണ്ടി വരും ഇതിൻ്റെ ഉള്ളിൽ. ഇത് കണ്ടോ, വെള്ളം, അതിൻ്റെ മേലെ പല നിറങ്ങളുള്ള ലെയേഴ്സായിട്ടുള്ള ഒരു ഗുഹയുടെ ആ ഒരു സ്ട്രക്ചറൊക്കെ നല്ല രസമില്ലേ കാണാൻ. മേലെ നോക്കിയാൽ ഇങ്ങനെ വെള്ളം ഉറ്റിയുള്ള ആ ഒരു ഫോർമേഷൻസ് അങ്ങനെ ഉണ്ട് കേട്ടോ. ചില സ്ഥലത്ത് അത് അപ്പാടെ അങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഫ്ലാറ്റ് അത് ആ ഒരു ഏരിയ മുഴുവൻ അതേപോലെ താഴേക്ക് വന്നതാണ്.
And you can prove that because we see they have those hollow centers that stalactites often have. So അവിടെ കാണുന്ന ആ when we think ഫോർമേഷൻ of such, we തത്തയുടെ understand this. രൂപമുണ്ടെന്നു അതിനെ പോളി ദ പാരറ്റ് എന്നൊക്കെയാണ് അയാൾ പറയുന്നുണ്ടായിരുന്നത്. Okay. ശരിക്കും ഒരു തത്ത ഇരുന്ന പോലെ ഇല്ലേ? Is everybody comfortable with that? It's called a column. And a column is formed when a stalactite and a stalagmite connect together. You can see a great example of one of those right in front. Now, അപ്പം എല്ലാം മനസ്സിലായല്ലോ, എല്ലാം പറഞ്ഞ പോലെ. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് വലിയൊരു രാക്ഷസൻ വലിയൊരു വായുവിനെ തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് മാത്രമേ അങ്ങനെ തോന്നിയുള്ളൂ, വേറെ ആർക്കും തോന്നിയില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഇവിടെ ലൈറ്റ് ഇട്ട് ഓഫ് ചെയ്താൽ കുറച്ച് സമയം അതിൻ്റെ റിഫ്ലക്ഷൻ കാണാൻ പറ്റും എന്നാണ് അയാൾ പറഞ്ഞത്. no lights at all. Can everyone turn off their phones and screens? അതിനുശേഷം പുറത്തെത്തിയിട്ടാണ് ഞാനൊന്ന് ഫോൺ ഓൺ ചെയ്തത്. കാണാണ്ട് നിങ്ങൾക്ക് ജിയോഡ് എന്ന് വെച്ചാൽ പാറയുടെ ഉള്ളിൽ എയർ കയറി ബബിൾസ് ഫോം ചെയ്ത് ക്രിസ്റ്റൽസ് പോലെ ആവുന്നൊരു പ്രോസസ്സാണ്. ആവുന്നുണ്ട്. അങ്ങനെ ചെറിയ പ്രയാസമൊക്കെ